ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് അറിയാമല്ലോ, റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ വന്നൊരു വീഡിയോ ആരുടെയാണെന്ന് വെച്ചാൽ ലൂണ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരുത്തിയുടെ ഒരു വീഡിയോയ്ക്കാണ് ഞാനിന്ന് മെൻഷൻ ചെയ്യുന്നത്. അവൾ ഈ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് ഒരു 4-5 ദിവസമായി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് എനിക്കിതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇത് കണ്ട ആ നിമിഷം മുതൽ കാലിൻ്റെ തള്ള വിരലിൽ നിന്ന് പെരുപ്പ് തുടങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട്. ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ എന്തായാലും വിശദമായിട്ട് തന്നെ അവൾക്കതൊരു വീഡിയോ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ലൂണ എടുത്ത് പറയാനുള്ള ഒരു സജഷൻ, നിൻ്റെ ചാനലിൻ്റെ പേര് ലൂണ വ്ളോഗ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ആ എല്ല് മാറ്റിയിട്ട് അതിന് പകരം ഒരു കെയും അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്നുണ്ടല്ലോ, അതിനകത്ത് ഒരു എന്നും കൂടി ചേർത്താൽ ആ ഇടുന്ന പേര് നിൻ്റെ ചാനലിന് ബെറ്റർ ആയിരിക്കും. കാരണം നീ ഇടുന്ന ചാനലിൽ മൊത്തം എ ആണല്ലോ, അപ്പോൾ അതിന് ചേരുന്നത് ആ പേര് തന്നെയാണ്. പിന്നെ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, എടി ഡാഷ് മോളെ, നീ നല്ല സ്ട്രോങ് ആയ തന്തയ്ക്ക് തന്നെ ഉണ്ടായവളാണോടി? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും. ഈ ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്ക്. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നീ കുറേ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്, പലരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, സമ്മതിച്ച്. അതിനൊക്കെ നിൻ്റെ വ്യൂ എത്രയാ? 203, 302, 150, 86, 400 ഒക്കെയാണ്. പക്ഷേ രേണു സുധി എന്ന് പറഞ്ഞ് ബാക്കി അങ്ങോട്ട് കൊടുക്കുന്ന ക്യാപ്ഷനുള്ള വീഡിയോയ്ക്കെല്ലാം നിനക്ക് 2K, 4K, 5K, 10K വരെ വ്യൂ വരുന്നുണ്ട്. അത് നീ കണ്ടവളുമാരെ വിറ്റ് ഇറച്ചി നിന്ന് നീ ജീവിച്ചോടി, നോ പ്രോബ്ലം. അതെന്നെ ബാധിക്കുന്നതല്ല. നീ ഇടുന്ന രേണു സുധിക്ക് ഇടുന്ന വീഡിയോയെ അത് മെൻഷൻ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ഇടണമെന്ന് തോന്നുന്നത് മാത്രം ഞാൻ എടുത്ത് വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ നീ ഈ അന്നിട്ടൊരു വീഡിയോ, അതിൻ്റെ തമ്പനയിൽ ഞാനിവിടെ കൊടുക്കാം. ഒരു അബോർഷൻ കേസിനെ കുറിച്ച് രേണുസുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അബോർഷൻ കേസിൻ്റെ കാര്യങ്ങൾ കുറേ നാളുകൊണ്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. രേണുസുധി ബിഗ് ബോസിലുള്ള സമയം തൊട്ടേ അവൾ അതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. പറയുന്നവരവിടെ കിടന്ന് പറയട്ടെ, കുരയ്ക്കുന്നവർ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ എന്ന മൈൻഡ് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഒന്ന് ചാടി കയറുന്ന ആർക്കൊക്കെയോ വേണ്ടി കൂടുതൽ തിളയ്ക്കുമ്പോൾ കൂടുതൽ തിളയ്ക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെൻഷൻ വീഡിയോസൊക്കെ അവൾ ചെയ്യുന്നുണ്ട്, റീൽസ് മാതിരി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, നിനക്ക് രേണുവിനെ വിറ്റാലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളെങ്കിൽ നീ രേണുവിനെ വിറ്റ് ജീവിച്ചോടി, എനിക്ക് നോ പ്രോബ്ലം. അത് നിൻ്റെ ചാനൽ വളർത്താനും നിനക്ക് വല്ലതും ഞഞ്ഞ അടിക്കാനും അത് വേണമെങ്കിൽ നീ ചെയ്തോ. പക്ഷേ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് നീ തംബ്നെയിലായിട്ട് കൊടുത്തിരിക്കുന്നത്, അത് നിൻ്റെ ഈ തംബ്നെയിലെല്ലാം എന്തുകൊണ്ട് പോയിരിക്കുന്നത്? സാധാരണ നമ്മൾ തിയേറ്റർ പോസ്റ്റർ വെളിയിൽ കണ്ടാലും അതിനകത്ത് അടൻ സൊള്ളി എന്നുള്ളതിനാണ് ഒരു വട്ടം കൊടുത്തിട്ട് അതിനെ നടുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, അതെല്ലാവർക്കും അറിയാമല്ലോ, അടൻ സൊള്ളി. അതായത് 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ മാത്രം കാണുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിൻ്റെ ഈ തംബ്നെയിലിനകത്ത് നീ വട്ടം വരയ്ക്കുന്ന എല്ലാം ആ ഒരു മീനിങ്ങിലാണ്. അപ്പം നീ രേണു സുധിവരെ ഇട്ട ഈ അബോർഷൻ വീഡിയോയ്ക്കകത്ത് നിൻ്റെ തംബ്നെയിലിൽ നീ ഒരു വട്ടം വരച്ചിരിക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയായിരുന്നോടി? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണോ അത്? അല്ലല്ലോ. പക്ഷെ ആ ഫോട്ടോ എൻ്റെ മകൻ്റെയാണടി. 16 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്കകത്താണ് നീ തംബ്നെയിലിൽ നീ വട്ടം വരച്ചിരിക്കുന്നത്. അതെന്തിനാടി പരമച്ചെറ്റ്? നീ എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് തംബ്നെയിലാക്കി അതിനകത്ത് വട്ടം വരച്ചിരിക്കുന്നത്. നീ ആ വട്ടം വരച്ചപ്പോൾ നീ എന്താണടി നീ മീൻ ചെയ്തത്? നീ അത് പറയണം, എനിക്കതറിയണം. അതിൻ്റെ ക്യാപ്ഷൻ അബോർഷൻ കേസാണ്. ആ ഒരു തംബ്നെയിൽ എടുത്തിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്ക് നീ എന്തിന് റൗണ്ട് കൊടുത്തു? അതെനിക്കറിയണം. അതറിയാൻ മറ്റാരെക്കാളും അധികാരവും അവകാശവും എനിക്ക് തന്നെയാണ്. നിനക്കെതിരെയോ വേറെ ഏവളുമാർക്കെതിരെയോ ഞാൻ വീഡിയോ ഇടുന്നെങ്കിൽ നിൻ്റെയൊക്കെ പേര് മെൻഷൻ ചെയ്ത് തന്നെയാണ് ഇടുന്നത്. അത് പറയാൻ ഒറ്റത്തന്തയ്ക്കുണ്ടായവൾ തന്നെയാണ് ഞാൻ ഇടുന്ന വീഡിയോ ആർക്കാണോ അവരെ പേര് മെൻഷൻ ചെയ്ത് തന്നെയാണ് ഇടുന്നത്. വിത്ത് തംബ്നെയിൽ ഉൾപ്പെടെയാണ് ഇടുന്നത്. അപ്പോൾ നിനക്കെന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ തരണമെങ്കിൽ നീ ആ ഇട്ടതിന് കമൻറ്റ് ഞാൻ നിനക്ക് തന്നു. നിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനത് കമൻറ്റ് തന്നു. അതിനെ റിയാക്ട് ചെയ്യാൻ എന്നെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. കാരണം എൻ്റെ മകൻ്റെ ഫോട്ടോയാണത്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് അതിന് നീ എന്തിന് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ അതിനകത്ത് വട്ടം വരച്ചു? അതറിയാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും എനിക്കുണ്ട്. അതല്ലെങ്കിൽ ആ സ്ഥാനത്ത് നീ നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കൊടുക്കടി. അതാരും ചോദിക്കാൻ വരത്തില്ല. സ്വന്തം അച്ഛനല്ലേ, നീ ഉണ്ടാക്കുന്ന കാശും അങ്ങേരും കഴിക്കുന്നുണ്ടല്ലോ. അപ്പം നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ കൊടുത്താൽ നോ പ്രോബ്ലം. അത് നിൻ്റെ സ്വന്തമല്ലേ, വേറെ ആർക്കും ചോദിക്കാനുള്ള അവകാശമില്ലല്ലേ. പിന്നെ എന്തിന് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ? നീ അതെന്താണ് അർത്ഥമാക്കിയത്? തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് അബോർഷൻ കേസിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു തമ്പനയിൽ കൊടുത്തിട്ട് എൻ്റെ മകൻ്റെ ഫോട്ടോയിൽ നീ എന്തിനു വട്ടം വരച്ചു? അതെനിക്കറിയണം. നീ പറയണം, പറഞ്ഞേ പറ്റൂ. ഓക്കെ? നിൻ്റെ കണക്ക് പേടിച്ചോടി പോവുകയോ ഒളിച്ചിരിക്കുകയോ ചെയ്യുന്നവളല്ല സജീന. പറയാനുള്ളത് പറയേണ്ടുന്ന പോലെ പറയേണ്ടവരെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം ഉള്ളത് കൊണ്ട് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഞാൻ ഈ പ്ലാറ്റ്ഫോം തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കഴിവൊന്നും നിനക്കില്ലെങ്കിൽ നീ വരരുത്. അതാ പറഞ്ഞത് ഒറ്റ തന്തയ്ക്കുണ്ടാകണമെന്ന്. ഓക്കെ? കാശ് മാത്രം കിട്ടിയാൽ പോരല്ലോടി ഓരോന്നുണ്ടാക്കിയിട്ട്. ഇക്കണക്കിന് നിനക്കൊരു മോനുണ്ടെങ്കിൽ നിൻ്റെ മോൻ എങ്ങനെ നിൻ്റെ കൂടെ കിടക്കൂടി? സ്വന്തം അച്ഛനെയും സ്വന്തം സഹോദരനെയും എന്തിന് സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിന്നെപ്പോലുള്ള ചെറ്റകൾ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണടി. നീ എന്തർത്ഥത്തിലാടി എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ആ ഒരു ക്യാപ്ഷൻ തമ്പനയിൽ ഹെഡ്ലൈൻ എഴുതിയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്കകത്ത് വട്ടം വരച്ച എന്തിനാടി നീ? എനിക്കത് അറിയണം. അറിയിച്ച് തന്നേ പറ്റൂ നീ, കേട്ടോ? അതാ ഞാൻ പറഞ്ഞത്, നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെക്കൂ. അതിന് പകരം അതാരും ചോദ്യം ചെയ്യാൻ വരില്ല. കാരണം നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അല്ലേ. നീ വല്ലവരെയും വിറ്റ് തിന്നുന്ന കാശ് നിൻ്റെ അച്ഛൻ്റെ വയറ്റിലും പോകുന്നുണ്ടല്ലോ. അപ്പോൾ സ്വന്തം വീട്ടിലുള്ള ഒരാളാകുമ്പോഴത്തേക്ക് ആരും ചോദിക്കാൻ വരത്തില്ലല്ലോ. അപ്പോൾ നീ അതങ്ങനെ ചെയ്യൂ, കേട്ടോ? എൻ്റെ മകൻ്റെ ഫോട്ടോ വെച്ച് നീ കളിക്കണ്ട. വാണിംഗ്. എൻ്റെ മകൻ്റെ ഫോട്ടോ വെച്ച് നീ കളിക്കണ്ട. ഞാൻ നിനക്ക് മെൻഷൻ വീഡിയോ ഇട്ട് നീ തിരിച്ച് എനിക്ക് തരിക. ചങ്കൂറ്റുള്ളവളാണെങ്കിൽ എനിക്ക് തിരിച്ച് റിപ്ലൈ തരിക. എന്നെ മെൻഷൻ ചെയ്ത് നീ വീഡിയോ ഇടുക. അതിനുള്ള ബാക്കി റിപ്ലൈ ഞാൻ അന്നേരം തരും. അപ്പോൾ എന്തിന് നീ മഞ്ഞക്കണ്ണും മൂത്ത കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം മറ്റേതാണെന്ന് ചിന്തിച്ച് നീ എന്തിന് ആ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്ക് വട്ടം വരച്ച് വെച്ചു? എനിക്കതറിയണം, നീ അറിയിക്കണം. ഓക്കെ? പിന്നെ നീ ഇടുന്ന ഏത് വീഡിയോ, രേണുസുതിക്കെതിരെ ഇടുന്ന വീഡിയോയിൽ നിനക്ക് വന്ന് പിൻ ചെയ്ത് വെക്കാൻ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. അതൊന്നും കണ്ട് നീ നെഗളിക്കണ്ട. അതൊക്കെ നീ അവരോട് കാണിച്ചു. എന്നെ പറയാ. ഇടി, ഞാൻ പറഞ്ഞില്ല ഒരു തന്തയ്ക്ക് ഉണ്ടായവളാണെങ്കിൽ നീ എന്നെ പറ. എനിക്കെതിരെ വീഡിയോ ഇറി. ചങ്കൂറ്റുള്ളവളാണെങ്കിൽ മുറിക്കകത്തിരുന്ന് കണ്ടവരെ വിറ്റ് തിന്നാതെ ഞാൻ നിനക്കൊരു മറുപടി തന്നാൽ നീ എനിക്കാ തരേണ്ടുന്നത് ആണോ? അപ്പം നിൻ്റെ ക്യാപ്ഷൻ കണ്ട ആൾക്കാർ കയറി മറിഞ്ഞ് അതിനകത്ത് കയറി നിനക്ക് റീച്ച് ഉണ്ടാക്കാനും നിൻ്റെ വീട്ടുകാർക്ക് ചിലവിന് കൊടുക്കാനും നിനക്ക് വെട്ടി വിഴുങ്ങാനും എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ എന്തിനു നീ വട്ടം വരച്ച് വെച്ചു? നീ എന്താണ് ഉദ്ദേശിച്ചത്? നീ എന്താണ് മീൻ ചെയ്തത്? വെറുതെ അങ്ങനെ ഒരു തമ്പനയിൽ, ഇപ്പം നമ്മളൊരു തമ്പനയിലിട്ട് അത് നമ്മൾ ചെയ്യുന്ന വീഡിയോയെ മെൻഷൻ ചെയ്തും അതിനകത്തുള്ള കണ്ടൻറ്റ് ബേസ്ഡ് ആയിരിക്കും നമ്മൾ തമ്പനയിലിടുന്നത്. ഓക്കെ? അപ്പോൾ എനിക്ക് അതറിയണം, അറിഞ്ഞേ പറ്റൂ. പല പ്രാവശ്യം ഞാൻ ഈ വീഡിയോ തുടങ്ങിയതോടെ തൊട്ട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. എനിക്കത് അറിയണം, നീ എനിക്കത് പറഞ്ഞ് തന്നേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ ലൂണ എന്നുള്ളത് മാറ്റിയിട്ട് ആ 2 അക്ഷരം ചേർത്തിട്ട് ആ ചാനൽ വിളിക്കുന്നതായിരിക്കും നിനക്ക് ബെറ്റർ. നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്നെ കൈയടിക്കാനും ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കാണുന്നുണ്ട് കമൻറ്റുകൾ. അതുകൊണ്ട് നീ നെഗളിച്ച് എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്ന മോളെ ഞാൻ നിൻ്റെ നെഞ്ചത്ത് കയറി അടുപ്പ് കൂട്ടി പൊങ്കാല ഇടും. നിനക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാ, കേട്ടോ? മാന്യം മര്യാദയായിട്ട് തന്നെയാണ് ഞാൻ വരുന്ന റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന സത്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരി മേടിച്ചു കൊടുക്കാനോ ഞാൻ ഒരു മനുഷ്യരെ വെച്ച് അരി വാങ്ങി തിന്നുന്നില്ല. എനിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീയൊക്കെ പറയുന്നത് അതല്ല, ഇതാണ് സത്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, കേട്ടോ? അപ്പോൾ അതുകൊണ്ട് നീ എൻ്റെ നെഞ്ചത്തോട്ട് കയറി കളിക്കാൻ വരണ്ട. മര്യാദയ്ക്ക് ഒന്നുകിൽ ആ തമ്പനയിൽ മാറ്റുക, ഇല്ലെങ്കിൽ എനിക്കതിൻ്റെ റിപ്ലൈ നീ തരണം. എന്തിന്? അബോർഷൻ കേസിനെ കുറിച്ച് തമ്പനയിൽ എഴുതിയിട്ട് എൻ്റെ മോൻ്റെ ഫോട്ടോയിൽ നീ റൗണ്ട് വരച്ച് വെച്ചു, റെഡ് റൗണ്ട് വരച്ച് വെച്ചു. അതെനിക്കറിയണം. നീ ആ ഫോട്ടോ മാറ്റിയിട്ട് നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ കൊണ്ടുവെക്കടി ചെറ്റേ. മറ്റുള്ള പെണ്ണുങ്ങളെ വിറ്റ് തിന്നുന്ന നീയും
അതിൻ്റെ ഒരു പങ്ക് പറ്റുന്നതാണ് നിൻ്റെ അച്ഛനും. അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ തന്നെയാണ് എന്തുകൊണ്ടും അവിടെ ഇരിക്കാൻ ബെറ്റർ. അതുകൊണ്ട് ഈ 2 ഓപ്ഷൻ നീ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇത് ഞാൻ നിനക്ക് തരുന്ന വാണിംഗ് ആണ്. ഞാനൊരു വീഡിയോ നിനക്കിട്ട നീ തിരിച്ചെന്നെ പറ, എൻ്റെ പേര് മെൻഷൻ ചെയ്ത് പറ, ചങ്കൂറ്റമുള്ളവളാണെങ്കിൽ. ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഓക്കെ? ഞാൻ ആരെ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അവരെ പേര് മെൻഷൻ ചെയ്ത് വിത്ത് തമ്പനയിൽ ഉൾപ്പെടെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അങ്ങനെ ചങ്കൂറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പോകരുതടി. പക്ഷെ ഇതിന് നീ എനിക്ക് സമാധാനം പറഞ്ഞ് തന്നേ പറ്റൂ. എൻ്റെ കുഞ്ഞിനെ നീ എന്തിന് അതിലെടുത്തിട്ടു? എന്തിന് ആ ഫോട്ടോയിൽ നീ റൗണ്ട് വരച്ച് വെച്ചു? എനിക്കത് അറിയണം എടി ചെറ്റെ പരമനാറി. നീ ഇരുന്ന് ഓരോ വീഡിയോ, നിൻ്റെ വീഡിയോ ഫുള്ളും നോക്കടി. അതിനകത്ത് മഹാനടൻ ദിലീപിനെ കുറിച്ച് വീഡിയോ ഇട്ട് 240 വ്യൂ. വേറെ കുറേ വീഡിയോസ് ഇട്ട് അതിന് 100, 120, 150, 110 വ്യൂ. അപ്പം രേണു എന്ന് പറഞ്ഞ് പേരെഴുതി വെച്ച് ഇങ്ങനെ ഒരു തമ്പനയിലും കൊടുത്ത് വട്ടം വരച്ചിട്ട് കാണിക്കുമ്പോഴത്തേക്ക് അത് കയറി അതിന് എത്ര 5 or 8K വ്യൂ. നിൻ്റെ വ്യൂ കൂട്ടാനല്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് ഇത് നീ എന്താണ് മെൻഷൻ ചെയ്തത്? നീ എന്താണ് ആ വൃത്തം കൊണ്ട് നീ ഉദ്ദേശിച്ചത്? അതെനിക്കറിയണം. അതിനുള്ള പൂർണ്ണ അവകാശം എനിക്കുണ്ട്. ഞാനിത് നിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതിനുള്ള റിപ്ലൈ നീ തരണം. ഇല്ലെങ്കിൽ ചോദിക്കേണ്ട പോലെ ചോദിക്കേണ്ടവർ നിന്നെ വിളിച്ച് ചോദിക്കും. പറഞ്ഞു കേട്ടല്ലോ. ഒരു തന്തയ്ക്കുണ്ടായവളാണെങ്കിൽ നിനക്കെതിരെ ആര് വീഡിയോ ഇടുന്നു അവർക്കെതിരെ വീഡിയോ ഇടടി. കേട്ടോ? കേട്ടോ? സ്വന്തം മകനെയും സ്വന്തം അച്ഛനെയും സ്വന്തം സഹോദരനെയും തിരിച്ചറിയാതെ അവരെ ഏത് കാറ്റഗറി പെട്ടാലും ആണായിട്ട് മാത്രം കാണുന്ന നിന്നെപ്പോലുള്ള പരമച്ചെറ്റയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മാറ്റുക. ആ തമ്പനയിൽ എൻ്റെ മകൻ്റെ ഫോട്ടോ മാറ്റി നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെക്കുക. അതല്ല നീ അത് ചെയ്തില്ലെങ്കിൽ നീ എന്ത് മീൻ ചെയ്താണോ അതങ്ങനെ ചെയ്തത് എന്നെനിക്കറിയണം. ഞാൻ ഇടുന്ന ഈ വീഡിയോയ്ക്ക് നീ ഇതിന് മെൻഷൻ ചെയ്ത് നീ എനിക്ക് വീഡിയോ തരണം. അതല്ലെങ്കിൽ നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അല്ലാതെ അറിയേണ്ടി വരും. നീ പറയേണ്ടിയും വരും. പറഞ്ഞു തന്നെ ആകണം. പറയിപ്പിക്കും നിന്നെക്കൊണ്ട് ഞാനത് പറയിപ്പിക്കും. എടി ചെറ്റേ, എടി പരമ നാറികളെ, നീയൊക്കെ രേണുസുതിയെ വിറ്റ് തിന്ന് ജീവിക്കുന്നു. എടി അവൾക്ക് നല്ല വൃത്തിയാണ്. സ്വന്തം സഹോദരനെയും സ്വന്തം മക്കളെയും സ്വന്തം അച്ഛനെയും നിന്നേക്കാൾ കൂടുതൽ തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടവക്ക്. കേട്ടോടി? കണ്ടവരെ അഭിതം നോക്കി നടന്ന്, കണ്ടവരെ വിഴുപ്പലക്കി നോക്കി നടന്ന്, കണ്ടവരെന്ത് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നടന്ന് നിൻ്റെ ലൈഫ് നീ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കാതെ മോളെ, നീ കളിക്കുന്ന കളി നല്ലോണം നോക്കി കളിക്കണം. കളിയിൽ കൊതിപ്പെട്ടതാ. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചുള്ള റിപ്ലൈ എനിക്ക് നീ തരണം. പറഞ്ഞേട്ടല്ലോ, തന്നേ പറ്റൂ. ഞാൻ നിൻ്റെ പേര് മെൻഷൻ ചെയ്ത് നിനക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒറ്റ തന്തയ്ക്ക് ജനിച്ചവളായതുകൊണ്ട്. കേട്ടല്ലോ? എനിക്കിനി റിപ്ലൈ നീ തരണം. തന്നേ പറ്റൂ. ഇനിയുണ്ട്. ഈ വീഡിയോ തീർന്നില്ല. ഈ വീഡിയോയ്ക്കകത്ത് നീ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇടാം. അതിനു മുന്നേ നീ വേറൊരു വീഡിയോ, ഈ രേണുസുതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ വീഡിയോയ്ക്കെതിരെ രേണുവിൻ്റെ സ്വന്തം അച്ഛൻ, അതായത് തങ്കച്ചൻ അച്ഛൻ, ഒന്ന് പോടി എന്നും പറഞ്ഞ് ഒരു കമൻ്റ് ഇട്ടത് നീ അത് ഹൈലൈറ്റ് ആയിട്ട് അത് മാത്രം റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ട്. എടി പരമ നാറി, നിനക്ക് വേറെ ജോലി ഇല്ലടി. ഇതിനെക്കാട്ടി നല്ലത് മറ്റേ പണിക്ക് പോകുന്നയാടി. അന്തസ്സായിട്ട് ഞാൻ പറയുക. അത് അവരവരുടെ ശരീരം കൊടുത്തല്ലേ അവർ കാശ് മേടിക്കുന്നത്. അതിന് അന്തസ്സുണ്ട്. നീ ചെയ്യുന്നതിനേക്കാളും അന്തസ്സും അഭിമാനം ഉണ്ട് ആ ജോലിക്ക്. സ്വന്തം മോളെ പീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ വലിച്ചു കീറുമ്പം ആ തന്ത അങ്ങനെ ഒരു കമൻറ്റ് പോലെ ഇട്ടപ്പം നിനക്ക് സഹിച്ചില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മോളെ നിനക്കൊക്കെ കൊത്തി വലിച്ച് കീറി തിന്നാം. പ്രതികരിക്കരുതോ? പക്ഷെ നീയൊക്കെ സന്തോഷിക്കും. നീയൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് ഇച്ചിരി അതിൻ്റെ ആൾക്കാർ ഞാൻ ഉൾപ്പെടെ ഒരു മെൻഷൻ വീഡിയോ വന്നാൽ നിനക്കൊക്കെ അത് റീച്ച് തന്നെയാണ്. അതിലൊരു സംശയമില്ല. ആ ഒരു കമൻറ്റ് വെച്ച് തന്നെ നീ ഒരു വീഡിയോ ചെയ്ത് ഒരു കാര്യം ചെയ്താൽ ഇതിപ്പോൾ ഇച്ചിരി ലെങ്തായി. ഇപ്പം എൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി നീ തരണം. നിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തരുന്നതായിരിക്കും. കേട്ടോ? ലൂണ, മാറ്റടി പേര്. ആ പേര് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ 2 അക്ഷരം മതി ചേർത്ത് നീ ചാനലിന് തുടങ്ങ്. അതാണ് നിനക്ക് പറ്റിയത്. കേട്ടല്ലോ? ഈ ചോദ്യം ചോദിക്കാനുള്ള അർഹത എനിക്ക് മാത്രമേ ഉള്ളൂ. അതിന് മറുപടി തരാൻ നീ ബാധ്യസ്ഥയാണ്. കേട്ടോടി? പരമ നാറി ചെറ്റേ,
നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെക്കടി അവിടെ, നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെക്കൂ നീ അവിടെ, കേട്ടോ? പറഞ്ഞ കേട്ടോ? നീ കളിച്ച കളി ഇച്ചിരി കയറിയ കളിയാണ്. ഞാനിത് മൂന്ന് ദിവസമായിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തത്ര തിരക്കിലായതുകൊണ്ട്, ഒരു 5 മിനിറ്റ് പോലും ടൈം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇത് ലേറ്റായത്. പറഞ്ഞ കേട്ടല്ലോ, എനിക്കിതിന് റിപ്ലൈ കിട്ടണം, തരിക തന്നെ ചെയ്യണം നീ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞത് ഒരിച്ചിരി കൂടി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇവളുമാർക്ക് ഇങ്ങനെ തന്നെ വീഡിയോ കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രേണു സുധിയുടെ ഗർഭത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത് രേണുവിൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന തംബ്നെയിൽ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനും രേണു അവിടെ ഇവിടെ ഇരുന്ന് ലൈവിൽ വരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് ബാക്കിലിരിപ്പുണ്ട്, അവൾ അതിന് വട്ടം വരച്ച് വെച്ചിരിക്കുന്നു. അത് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ ഈ ചോദിച്ച ഏതൊരു തള്ളയുടെയും ചോദ്യങ്ങൾ തന്നെയല്ലേ ഞാൻ ചോദിച്ചത്. നമ്മുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് ഒരുത്തി പറയുകയോ അവൾ പറയും, ഞാൻ അതിനകത്ത് മോശമായിട്ടൊന്നും പറഞ്ഞില്ല. മോശമായിട്ട് പറയുന്നത് എടി എല്ലാവരും അരിയാഹാരം കഴിച്ച് കിടക്കുന്നത് തന്നെയാണടി, നിനക്ക് അതിൻ്റെ ഒരാവശ്യമില്ല. നീ അതിനൊരു വട്ടം വരച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം, നോർമലായിട്ട് അതങ്ങ് പോയേനെ. നീ അതിന് ആ ഒരു അബോർഷൻ കേസിനെ കുറിച്ച് എഴുതുകയും അതിന് വട്ടം വരയ്ക്കുകയും ചെയ്തപ്പോൾ അരിയാഹാരം കഴിച്ച് കിടക്കുന്നവളാടി ഞങ്ങളുമൊക്കെ. നീ മാത്രമല്ല മിടിക്കും സാമർഥ്യമുള്ളവളും, കേട്ടോടി ചെറ്റെ പരമ നാറി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഈ പറഞ്ഞത് അധികമാണോ അധികമല്ലേ? കാരണം എന്നിൽ ബാധകമായിട്ടും എന്നെ ബാധിക്കുകയും ചെയ്തൊരു പ്രശ്നമാണ് ഞാൻ ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത്. ഞാൻ ഈ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുക, അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എന്നിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു വെരി മച്ച്.